ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ നീ അല്ലാതെ വേറെ ആരാടാ അവളെ നോക്കാൻ? വന്ന് നോക്കണ നോക്കാൻ. അയ്യോ, ആവശ്യമില്ലാത്ത വേഷം കെട്ടൽ എന്റെ മുമ്പിൽ കാണിച്ചാണല്ലോ. കണക്കുകൾ തീർക്കുമ്പോഴേ നിങ്ങളെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. എനിക്കിപ്പോ എന്താ അറിയേണ്ടത്? ഞാൻ ഈ പറയുന്നത് ഹൃദയം തുറന്നാണോന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. തന്നെ ഞാൻ സ്നേഹിക്കുന്നത് ഹൃദയം തുറന്നാണെങ്കിൽ ഈ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഈ ചുറ്റുമുള്ള കള്ളക്കഥകളൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാഞ്ഞു പോകും. പക്ഷേ ആളുകളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പേര് എനിക്ക് കേൾക്കണം, രാധിക. അവർ മൂളുന്ന ഓരോ വരികളിലും തന്റെ പേര് അവര് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോ പേരെന്താ വെക്കേണ്ടതെന്ന് ചോദിക്കില്ലേ? ഞാൻ രാധിക വരുൺ എന്ന് വെക്കാൻ പറയട്ടെ. അതെന്തിനാ? വരുൺ പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രശസ്തി കിട്ടുമെങ്കിൽ ഈ പേരും ആളുകൾ പറയട്ടെ. എനിക്ക് സന്തോഷല്ലേ? അത് വേണോ? പിന്നെ അതെന്റെ അവകാശമല്ലേ? ഈ ലോകത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവകാശം. അതെ, ഭക്ഷണം കഴിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. വേണ്ട, ഭക്ഷണം വൈകിക്കണ്ട. ഇനി അതിന്റെ പേരിൽ എന്തേലും കൂടി വരുത്തി വെക്കാത്തതിന്റെ കുറവുകൂടിയേ ഉള്ളൂ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടിരിക്കാം. ആരെങ്കിലും യുദ്ധത്തിന് വന്നാലേ നമുക്ക് പിടിച്ചു നിക്കണം. വാ, നടക്ക്. ഇവിടെ ഇരിക്ക്. ഞാൻ കൈ കഴിയട്ടെ, പോരാ. ഇപ്പൊ കേറി വരില്ല ശവങ്ങള്. തൽക്കാലം ആരും വരില്ല. മനസ്സമാധാനായിട്ടിരുന്ന് കഴിക്കേ. അത് ശരി, കൊണ്ടുവന്നിരുത്തി വിളമ്പി തന്നിട്ട് കഴിക്കാണ്ടിരിക്കുന്നു. കഴിച്ചങ്ങോട്ട്. ഞാൻ വാരിത്തരണോ? എന്നാ നന്നായിരുന്നു. മനസ്സിലായി. എന്തായാലും ഇപ്പൊ ഈ അസുഖത്തിന് മരുന്നില്ല. തനി അങ്ങോട്ട് വാരി കഴിച്ചാ മതി. ഇപ്പൊ കുറച്ച് മനസ്സമാധാനം ഇല്ലേ? എന്താ മോളെ, എന്ത് പറ്റി? ഛർദിക്കണോ? മുത്തശ്ശി, അവളെ പുറത്തോട്ട് എങ്ങനെ കൊണ്ടുപോകും? ഇഷ്ടത്തിനും പറയാതിരിക്കണി. ഗർഭിണിയായ ഒരു പെണ്ണിനോട് കുറച്ചും കൂടി കരുണ കാണിക്ക് മോളെ. വാ വാ, പതുക്കെ. കുത്തിയിരിക്കുന്നുണ്ടല്ലേ? എന്തൊരു മനുഷ്യനാടി നിങ്ങളൊക്കെ. ഇവളിപ്പൊ വീഴും, ഒന്ന് വന്ന് പിടിക്കണേ.
അതെ, താൻ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ദൈവമേ, കൊണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടോ. ഇവള് ഈ കോലത്തിലായതിന്റെ ഉത്തരവാദി നീയാ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്റെ കൊച്ചിന് വയ്യായേ. ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഒന്ന് ഓടി വാ. ഇവിടെ ആരുമില്ലേ? എന്റെ കൊച്ചു വീഴാൻ പോകുന്നേ, ഓടി വായോ. എന്താ എന്താ എന്തു പറ്റി? എന്റെ പത്മിനി, കൊച്ചതേ ഛർദിച്ചു. ഇപ്പൊ എന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് ഓനങ്ങുണ്ട് ഈ രണ്ടെണ്ണവും. ഒന്ന് പിടിക്ക്. ഇങ്ങനെ പിടിച്ചോണ്ടൊന്നും കാര്യമില്ല. ഇവളുടെ മുതുകൊന്ന് തടവി കൊടുക്ക്. ഞാനേ കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വരട്ടെ, അല്ലെങ്കിൽ എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റും. ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ അമ്മേ, ഇവിടെ എന്താ ഒരു ബഹളം കേട്ടത്? അയ്യോ, പ്രിയങ്കയ്ക്ക് എന്താ പറ്റി? അവളൊന്ന് ഓക്കാനിച്ചതാ. എന്തായാലും അമ്മായിമ്മ മരുമോളെ ഏറ്റെടുത്തു അല്ലേ? അതല്ലെങ്കിലും അങ്ങനെയാ എടുത്തി. എത്രയൊക്കെ വാശി പിടിച്ചാലും ഇതൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? വെള്ളം ചൂടാക്കാനൊന്നും ഇനി സമയമില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ പോയി എന്തിനാ എടുക്കുന്നേ? ഇത് എടുത്താ മതിയല്ലോ. ഒന്ന് പോടാ ചെറുക്ക. എടാ, നീ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാനേ അവകാശമുള്ളവളാ അവള്. അവളുടെ വയറ്റിൽ കിടന്ന് നിന്റെ കൊച്ചു കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടാ എന്റെ കൊച്ചിപ്പ അനുഭവിക്കുന്നേ. ആ ദാ, മോളെ ദാ. അയ്യോ, മോളെ. എന്താ മോളെ? അയ്യോ, എന്റെ മോളെ, ഇത് എന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ മോനെ, ഒന്ന് വന്ന് അവളുടെ മുതുക് തടകി കൊടുക്കും. കൈയെടുക്കാൻ മനസ്സില്ല. എടാ, നീ അല്ലാതെ വേറെ ആരാടാ അവളെ നോക്കാൻ? വന്ന് നോക്കണ നോക്കാൻ. അയ്യോ, ആവശ്യമില്ലാത്ത വേഷം കെട്ടൽ എന്റെ മുമ്പിൽ കാണിച്ചാണല്ലോ. കണക്കുകൾ തീർക്കുമ്പോഴേ നിങ്ങളെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. നീ എവിടെ പോടി? ഞാൻ എന്റെ ഭർത്താവിന്റെ പിന്നാലെ പോവാ. എന്തേ?